എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ പറയണത്. അതിൽ ഭാഗ്യം വരാനിരിക്കുന്ന ആ സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഓരോ സൂചനകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയണത്. അപ്പോൾ ചിലർക്ക് ശരിയായിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ ആ ഒരു സൂചനകളൊന്നും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ചില ആളുകളുടെ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ റെഡിയായി വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളായിരിക്കാം ഇതൊക്കെ. അപ്പോൾ ഈ ഒരു സൂചനകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിനൊരു പങ്കുണ്ട്. എല്ലാ ഘടകങ്ങൾക്കൊപ്പം ഭാഗ്യം കൂടി ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയ സാധ്യത തന്നെ കൂടുന്നത്. പക്ഷേ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്നൊന്നും നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. നല്ല മനസ്സും കഠിനാധ്വാനവും സത്പ്രവൃത്തികളും ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും ഭാഗ്യം പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ വിഷമഘട്ടത്തിലോ അല്ലെങ്കിൽ പരാജയം നേടുന്ന ഏതെങ്കിലും ഒരു സമയത്തോ ഒക്കെ ഇനി നമുക്ക് എന്നായിരിക്കും ഭാഗ്യം തുണയ്ക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകാറൊക്കെ ഉണ്ട്. അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്ത് തന്നെയുണ്ട് എന്നതിന് പ്രകൃതി തരുന്ന കുറച്ച് സൂചനകളാണ് നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ ദൈവം തരുന്നൊരു സൂചനയായിട്ടാണ്, നിമിത്തങ്ങളായിട്ടാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു യാത്ര പുറപ്പെടാനായിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ നിമിത്തമായിട്ട് എടുക്കാറുണ്ട്. ഏതെങ്കിലും വിശേഷ കാര്യങ്ങളുടെ ആരംഭത്തിൽ കാണുന്ന ശുഭമായ അല്ലെങ്കിൽ അശുഭമായ ലക്ഷണം എന്നാണ് നമുക്ക് ഈ ഒരു നിമിത്തം എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് കണ്ണുകൾ തുടിക്കുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇടത്തെ കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേസമയം വലത്തെ കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത്ര നല്ല സൂചനയൊന്നുമല്ല. നിർഭാഗ്യങ്ങൾ തേടിയെത്തുമെന്ന് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് പക്ഷി ശരീരത്തിൽ കാഷ്ടിച്ചാൽ അതിനോളം അരോചകമായിട്ടുള്ള കാര്യം മറ്റൊന്നും ഉണ്ടായില്ല. അതായത് തലയിലാണ് പക്ഷി കാഷ്ടിക്കുന്നതെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. അല്പം ദേഷ്യം തോന്നുമെങ്കിലും ഇത് നല്ലൊരു സൂചനയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ പല ഏഷ്യൻ രാജ്യങ്ങളിലും കൺട്രീസിലൊക്കെ വിശ്വാസങ്ങൾ പറയുന്ന പ്രകാരം പക്ഷി തലയിൽ കാഷ്ടിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉടനടി വന്നു ചേരുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതൊക്കെ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസ് വരുന്നെത്തുന്നത് ഭാഗ്യവും സന്തോഷവും അതേപോലെ കുടുംബത്തിൽ നിറയും എന്നത് തന്നെയാണ് സൂചനയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. പുഴുവായും ശലഭമായും ഒരേ ജീവിതം നയിച്ച് തീർക്കുന്ന ചിത്രശലഭങ്ങൾ വീട്ടിലെത്തുന്നത് പുനർജന്മത്തിൻ്റെ സൂചനയായിട്ടും കരുതുന്നുണ്ട്. അതേപോലെ തന്നെ ചിത്രശലഭം പറന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചാൽ പ്രണയം, തൊഴിൽ, സമ്പത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ശുഭ വാർത്തകൾ കേൾക്കാനാകും എന്നും വിശ്വസിക്കുന്നു. എന്നാൽ അവയെ പിന്തുടർന്ന് പിടിക്കാൻ നോക്കുന്നതോ കൊല്ലുന്നതോ ഭാഗ്യത്തെ നമ്മൾ തിരുത്തി ഓടിക്കുന്നതിന് സമാനമാണ്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് വസ്ത്രം തിരിച്ചു ധരിക്കുന്നത്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് പലപ്പോഴും ഉൾഭാഗം പുറത്ത് കാണുന്ന രീതിയിൽ മറിച്ചിട്ട് അബദ്ധം സംഭവിക്കാറുണ്ട്. വെറുമൊരു കയ്യബദ്ധമായിട്ട് ചിരിച്ചു തള്ളുമെങ്കിലും ഇത് ശുഭസൂചനയായിട്ടാണ് പല വിശ്വാസങ്ങളിലൊക്കെ കരുതി പോരുന്നത്. വളരെ കാലമായിട്ട് ദൗർഭാഗ്യങ്ങൾ പിന്തുടർന്നവർക്കൊക്കെ കഷ്ടകാലമൊക്കെ മാറിയിട്ട് നല്ല സൗഭാഗ്യങ്ങൾ വരാനുള്ള കാലം കൂടിയാണ് ഇങ്ങനൊരു ഈ ഒരു സൂചന നൽകുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ സ്വപ്നത്തിൽ വരുന്നതും ഭാഗ്യം വരുന്ന വഴിയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. മഴവില്ല്, ഇരുണ്ട ഗുഹയിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നത് എന്നിവയൊക്കെ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ കഷ്ടകാലത്തിൽ നിന്ന് നല്ല സൗഭാഗ്യത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി തരികയാണ്. വളരെ കാലങ്ങളായി ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നവർ ഇത്തരം ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഭാഗ്യവും സന്തോഷവും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ എത്തുമ്പോൾ അത് പ്രകൃതി തന്നെ നമുക്ക് പല പല രൂപത്തിലൊക്കെ പ്രകടമാക്കി തരുന്നതാണ്. വീട്ടുമുറ്റത്ത് വളരെ കാലങ്ങളായി പൂവിടാതിരുന്ന ഒരു ചെടിയോ മരമോ മറ്റോ പൂക്കുന്നതും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ കൂടുതൽ ആരോഗ്യവാന്മാരാവുന്നതോ ഇത്തരം സൂചനകളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. വീട്ടുപരിസരത്ത് മോശമായി തുടരുന്ന പരിസ്ഥിതികളൊക്കെ ഉണ്ടാകുന്ന ശുഭകരമായ ഏതൊരു മാറ്റവും
ഇത്തരത്തിൽ ഭാഗ്യം വരുന്നു എന്നതിന് മുന്നറിയിപ്പായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ശുഭകരമായിട്ടുള്ള സൂചനകൾ. അതായത് നമുക്ക് ഭാഗ്യം വരുന്നതിൻ്റെ ശുഭകരമായിട്ടുള്ള ആ ഒരു സൂചനകൾ നമുക്ക് പ്രകൃതി തന്നെ നൽകുന്ന കാര്യങ്ങളാണിത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഇതേപോലത്തെ സൂചനകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ അടുത്തേക്ക് ഭാഗ്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ വരണമെന്നില്ല. ഒരു വിധത്തിലുള്ള ആളുകൾക്ക്, നിങ്ങൾക്ക് സൂചനകളുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിൽ വിശ്വസിക്കുക. നല്ല ഭാഗ്യം, നല്ല സൗഭാഗ്യങ്ങൾ, നല്ല കാലം ഒക്കെ നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക. അതേപോലെ തന്നെ നല്ലപോലെ പ്രാർത്ഥിക്കുക. നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.